എൻ്റെ പേര് ആനന്ദ്. ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നത് എൻ്റെ അമ്മ ജനിച്ചു വളർന്ന എൻ്റെ തറവാടിലാണ്. അപ്പോൾ ഇത് വളരെ പഴമയേറിയ ഒരു തറവാടാണ്. അപ്പോൾ കുറേ നാളെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് ഒരു ഡോക്യുമെൻ്ററി പോലെ ഒന്ന് എടുക്കാൻ. ഇത്രയും പഴക്കവും ആ പഴയ ഒരു ശൈലിയിൽ ഉണ്ടാക്കിയ ഒരു തറവാടാണ്. പണ്ടൊക്കെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത് 16 കെട്ട് ഇപ്പോൾ 4 കെട്ടായി മാറി ഇത്രയും ചുരുങ്ങി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതാണ് പഴയ നമ്മുടെ തറവാട്ടിലെ ആ പടിപ്പുര എന്ന് പറയുന്നത്. ഈ 2 എൻട്രൻസ്, ഇതും പിന്നെ അപ്പുറത്തും കാണുന്നത്. അതിൽ പുതുക്കിയൊന്നും നമ്മൾ പണിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഓൾഡ് പഴമമായ ആ ഒരു ലുക്കും ആ ഒരു എന്താ പറയുക എവിഡൻസ് പോലെ ഇങ്ങനെ നിൽക്കുകയാണെന്നത്. വലിയ പുതുക്കമൊന്നും നടത്തിയിട്ടില്ല ഇതിനകത്ത്. അതുകൊണ്ട് അതിൻ്റെ ഒരു തനിമ ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബാക്കി ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഇപ്പൊ എന്റെ അടുത്ത് നിൽക്കുന്ന എന്റെ അമ്മാവനാണ്. ഇപ്പൊ അമ്മാവനും ഫാമിലി ആയിട്ടാണ് ഇവിടെ ഞങ്ങളുടെ തറവാട്ടിൽ താമസിക്കുന്നത്. അപ്പൊ നമ്മുടെ തറവാടിന്റെ കൂടെ ചേർത്ത് ഇരിക്കുന്ന ഒരു അമ്പലമാണ് ഇത്. അപ്പൊ അതിന്റെ കാര്യങ്ങളും വിശദീകരണങ്ങളൊക്കെ കൂടുതൽ അമ്മാവനെ അറിയുന്നതുകൊണ്ട് അത് അമ്മാവൻ പറയും. പറഞ്ഞു. ഏതാണ്ട് 300-375 വർഷങ്ങളോളം പഴക്കമുള്ള വീടും കളരിയുമാണ്. ഇവിടെ പണ്ട് കളരിപ്പുരയായിരുന്നു ഇത്. ഇതിലെ ആയോധന കലകള് പഴയ നമ്മുടെ കാരണവന്മാര്, ഞങ്ങളുടെ അമ്മാവന്മാരും മൂത്ത അമ്മാവന്മാരും ഒക്കെ ഗുസ്തിയും ആമാരി കാര്യങ്ങൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും അഭ്യസിക്കുകയും ചെയ്യുന്ന കളരിപ്പുരയായിരുന്നു ഇത്. അത് പിൽക്കാലത്ത് 60 വർഷത്തിന് മുമ്പ് നമ്മളെ ഇതൊരു കളരി അമ്പലമാക്കി ഇവിടെ പ്രതിഷ്ഠയും മറ്റു കാര്യങ്ങളും ഒക്കെയുണ്ട്. അതിനോട് എല്ലാ മാസവും അതിന്റെ പൂജാതി കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വർഷത്തിലെ പ്രതിഷ്ഠാദിനം, രാവിലെ 100 പാലും, ആയില്യം പൂജ തുടങ്ങിയ വലിയ വിശേഷാൽ പരിപാടികളോടാണ് ഇത് ആഘോഷിക്കുന്നത്. ഈ എല്ലാ മാസവും വെളുത്തവാവിന് ഇവിടെ പൂജയുണ്ട്. ഇവിടെ ഭദ്രകാളിയാണ് പ്രതിഷ്ഠ. അതുപോലെ തന്നെ ഈ വരുന്ന 41-ന് വായനയും പായസ സദ്യയും ഒക്കെ ഉണ്ട്. വീടിനും അതേപോലെ എൻ്റെ ഒരു 375 വർഷത്തോളം പഴക്കമുള്ളതായിട്ടാണ് ഞങ്ങളുടെ വലിയ അമ്മാവന്മാരൊക്കെ പറയുന്നത്. അതിന്റെ എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ള ചരിത്രരേഖകള് പണ്ട് പുരാവസ്തു ഗവേഷണ വകുപ്പിന്റെ ഡയറക്ടറായിട്ടുള്ള മഹേശ്വരൻ സാറ് വന്നിട്ട് പോലും അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ടില്ല ഇതിന്റെ ലിഖിതം എവിടാന്നുള്ളത്. അപ്പൊ ആ പഴക്കം അതിനിപ്പോഴും ഉണ്ട്. നല്ല ആഞ്ഞിലിയും തേക്കും പ്ലാവിന്റെ നല്ല വിളഞ്ഞ കാതിലും ഒക്കെയുള്ള തടികൾ കൊണ്ടാണ് ഈ കെട്ടിടം പണിഞ്ഞിരിക്കുന്നത്. പിന്നെ തടി ആയതുകൊണ്ട് വർഷാവർഷമുള്ള മെയിൻ്റനൻസിന് ഭാരിച്ച തുക ചെലവാകുന്നുണ്ട്. എല്ലാ 2 വർഷം 3 വർഷം കൂടുമ്പോഴും ഓടിറക്കി അതിന്റെ മെയിൻ്റനൻസ് നടത്താറുണ്ട്. ഇപ്പോഴും ഇത് ഇത്തരത്തിൽ നിലനിർത്തി പോരുന്നതിൽ വളരെയധികം പ്രോത്സാഹനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പല കോണുകളിൽ നിന്നായിട്ട് പ്രോത്സാഹനങ്ങൾ കിട്ടുന്നുണ്ട്. പരിമിതികളുണ്ടെങ്കിലും ഇതിനകത്തെ ജീവിതം എല്ലാവർക്കും സുഖപ്രദമാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഇതാണ് ഇതിനെപ്പറ്റി ഇത്രയും പറയാനുള്ളത്. അപ്പോ ഈ സ്ഥിതി ചെയ്തിരിക്കുന്നതാണ് ഞങ്ങളുടെ കാവ്, ഞങ്ങളുടെ തറവാടിന്റെ കാവ്. ഇപ്പോൾ ഇത് ഈ അമ്മാവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പഴക്കമേറിയതും കുറേ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളിലും ഉണ്ട് ഇതിന്റെ പുറകിൽ. അപ്പൊ അതിന്റെ കൂടുതൽ വിവരണങ്ങളായിട്ട് അമ്മാവൻ പറയുന്നു. ഇത് സർപ്പക്കാവാണ്. സർപ്പക്കാവിനോടനുബന്ധിച്ച് കുളമുണ്ട്. കുളത്തിന് നമുക്ക് ഓർമ്മ ഉള്ള കാലത്തിന് മുമ്പേ ഉള്ള കാവാണ്. ഇവിടെ വൃക്ഷാരാധനയുണ്ട്. നാഗരാജാവ്, നാഗയക്ഷി, സർപ്പദൈവങ്ങള്, വനദുർഗ ഈ പ്രതിഷ്ഠകളാണുള്ളത്. എല്ലാ മാസവും വെളുത്തുവാവിന് ഇവിടെ പൂജകളുണ്ട്. അതേപോലെ തന്നെ കുംഭമാസത്തിൽ ആയില്യത്തിലാണ് പ്രധാന പൂജ. അതുപോലെ തന്നെ ഇതിനകത്ത് മുഴുവൻ ചൂരൽക്കാടാണ്. ചൂരൽ കേരളത്തിലെ വളരെ അപൂർവമായിട്ടുള്ള ചൂരൽക്കാടുകളിലൊന്നാണ് ഇത്. വളരെയേറെ പഴക്കമുള്ള ഈ നാട്ടിലെ ഒരുവിധപ്പെട്ട ആർക്കും
ഇതിന്റെ പിന്നെ കാലത്തിനെ പറ്റി, എത്ര കൊല്ലത്തിന് മുമ്പുണ്ടായതിനെ പറ്റി എന്നുള്ളതിനെ പറ്റി യാതൊരു അറിവുമില്ല. ആ രീതിയിൽ വളരെ പുരാതനമായ, അതുപോലെ തന്നെ പല കാഞ്ഞരം, കാട്ടുപൈന്, ഈ മാതിരിയുള്ള വൃക്ഷങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് ഈ ഇടതൂർന്ന വള്ളികൾ, ഇപ്പൊ ഈ കാടിനെ ഇടതൂർന്ന കാടിനെ ആക്രമിക്കുന്ന വള്ളികൾ, പലപ്പോഴും പുതിയ ഒരു രീതിയിലുള്ള വള്ളികൾ കയറിയിട്ട് പല മരങ്ങളും കടപുഴകാറുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് മരപ്പട്ടി തുടങ്ങിയ ജന്തുക്കൾ, കീരി, മരപ്പട്ടി, അതേപോലെ തന്നെ വള്ളിപ്പുലി, ഇതുമാതിരിയുള്ള ജീവജാലങ്ങളുണ്ട്. അതിന്റെയൊക്കെ ഒരു കേന്ദ്രമാണ് ഇത്.